ഹലോ കൂട്ടുകാരെ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉരുളക്കിഴങ്ങ് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുകയെന്നാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. അത് പറഞ്ഞപ്പോഴേക്കിതാ ശിവ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിഠായി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എള്ളുണ്ട. ഇന്നലെ ഒരു പാക്കറ്റ് കൊടുത്തിട്ട് ഇതാ രണ്ടാളും കൂടി ചേച്ചി അനിയത്തിയും കൂടി ഇപ്പോൾ കഴിച്ച് തീർത്തുട്ടോ. മിഠായികളൊക്കെ കൊണ്ടുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കണ രാജേട്ടനെയും കഴിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ ചീത്ത പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഈ മിഠായി കൊടുന്നാൽ മാത്രം ഞാൻ ചീത്ത പറയില്ല കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് എള്ളുണ്ട. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ ഉപ്പേരിയുടെ കാര്യമല്ലേ പറഞ്ഞത്. ശരിക്കും പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിക്കാനാവില്ലേ എല്ലാ കുട്ടികൾക്കും ഇഷ്ടം. ലഞ്ചൊക്കെ കൊടുത്തയക്കുമ്പോൾ അവർ പൊട്ടറ്റോ കണ്ട പറയില്ലേ പൊട്ടറ്റോ ഫ്രൈ മതി എന്ന് ചോറിനെന്ന് പറയില്ലേ. ഇവിടെയും കുട്ടികൾ അങ്ങനെ തന്നെ ഉണ്ടോ പറയാറ്. പക്ഷേ ഞാൻ എപ്പോഴൊന്നും ഫ്രൈ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് കുട്ടികളുടെ ഇഷ്ടം നോക്കിയിട്ടൊന്നും കാര്യമല്ലോ. എപ്പോഴും പൊട്ടറ്റോ അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല. അപ്പം ഞാൻ ഉപ്പേരി വെക്കാൻ കേട്ടോ ചെയ്യാറ്. പൊട്ടാറ്റോ നമുക്ക് പല തരത്തിലും ഉണ്ടാക്കാമല്ലേ, പിന്നെ വെക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒരു വലിയ ഉള്ളിയും ഒരു പച്ചമുളകും 2 വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിയിൽ കുറച്ച് മസാലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇതാ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പതിവ് പോലെ കുറച്ച് കടുക് ഇട്ടു, അത് പൊട്ടിയപ്പോൾ ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. നമുക്ക് ആവശ്യത്തിന് മസാല ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ പൗഡറാണ് ഇട്ട് കൊടുത്തത്. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നാൽ കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. അടുപ്പൊക്കെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ വെക്കാറ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.